ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഞാൻ ബിരിയാണിക്ക് തൊട്ട് മുന്നേ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വറുത്തെടുത്ത വെളിച്ചെണ്ണയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ കളറിലിരിക്കുന്നത്. അപ്പോൾ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 4 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. 4 സവോള എടുത്തിട്ട് കൊത്തി അരിഞ്ഞത് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സവോള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട്, അതായത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സാധാരണ ചിക്കൻ കറി ഏത് ഇറച്ചി കറി വെക്കുമ്പോഴും നമ്മൾ ഗ്രേവി തയ്യാറാക്കില്ലേ, അതേ ലെവലിൽ നമുക്ക് ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പകരം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂണ് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4 ടീസ്പൂണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി കുറച്ച് കറക്റ്റ് ഇതിലായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഗ്രേവി ആക്കി എടുക്കുക. അപ്പോൾ കൂടുതൽ ചാറൊന്നുമില്ല, നല്ല ഈ പരുവത്തിൽ ഈ തിക്കൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മുട്ടയൊക്കെ മുന്നേ അവിടെ പുഴുങ്ങി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 മുട്ട ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട ഞാൻ എല്ലാതും കൂടി ഓരോന്നോരോന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ ഒന്ന് വരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെച്ചെങ്കിൽ ഈ മസാലയൊക്കെ ഇതിലേക്ക് ശരിക്കും പിടിച്ചിറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അങ്ങനെ അങ്ങനെ വരഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.